ചാലിയാർ പുഴയിൽ ഒഴിവു സമയങ്ങൾ പ്രയോജനപ്രദമാക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നാം ഇന്ന് കാണുന്നത്. ഉൾനാടൻ മത്സ്യബന്ധനത്തിൽ ഏറെ പേര് കേട്ടിരുന്ന ചാലിയാർ പുഴയുടെ ഇന്നത്തെ അവസ്ഥയും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഈ വിദ്യാർത്ഥി ഓണാവധി ഒഴിവു സമയത്താണ് ചാലിയാറിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. ഇങ്ങനെ നിരവധി വിദ്യാർത്ഥികൾ ചാലിയാർ പുഴയുടെ ഓരങ്ങളിൽ സമീപ പ്രദേശങ്ങളിൽ ഒഴിവു സമയങ്ങളിൽ പ്രയോജനപ്രദമാക്കാൻ ഉൾനാടൻ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടാറുണ്ട്. ഇരുമീനും ചൂണ്ടമീനുമാണ് ഇന്ന് ഈ വിദ്യാർത്ഥിക്ക് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കവറിൽ കാണാം കുറച്ച് പരൽമീനും കിട്ടിയിട്ടുണ്ട്. ചാലിയാർ പുഴയിൽ നേരത്തെ തണ്ടാടി പോലുള്ള വല ഉപയോഗിച്ച് ആളുകൾ മീൻ പിടിച്ചിരുന്നു. ഇത് ധാരാളം പേർ ഇതിൽ പങ്കെടുത്തിരുന്നു. ചാലിയാറിന് ചുറ്റുമുള്ള ആളുകളുടെ പ്രധാന തൊഴിലായിരുന്നു ആ കാലങ്ങളിൽ തണ്ടാടി മീൻപിടുത്തം. നിരവധി കുടുംബങ്ങൾ ആശ്രയിച്ചിരുന്നത് ഈ തണ്ടാടിപ്പിടുത്തത്തെയായിരുന്നു. നീർനായ ശല്യം കാരണം മത്സ്യബന്ധനം ആളുകൾ ഉപേക്ഷിച്ച മട്ടാണിപ്പോൾ. ചാലിയാർ പുഴയിൽ നീർനായ അധികരിച്ചിരിക്കുകയാണ്. നീർനായയുടെ ശല്യം മത്സ്യബന്ധനത്തിലേർപ്പെട്ടിരിക്കുന്നത് ബാധിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ പുഴയിൽ കുളിക്കാനും അലക്കാനും വരുന്ന സ്ത്രീകളടക്കം ഈ നീർനായകൾ ആക്രമിക്കുന്നത് കൊണ്ട് തന്നെ ആരും പുഴകളിലേക്ക് ഇറങ്ങാറില്ല എന്നതാണ് വാസ്തവം. നീർനായ മത്സ്യത്തൊഴിലാളികൾ പുഴയിൽ ഇടുന്ന വലകൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മീൻ പിടിക്കുന്നതിന് വേണ്ടി വലകൾ നശിപ്പിക്കുകയാണ് നീർനായകൾ ചെയ്യുന്നത്. പഞ്ചായത്തുകൾ പുതിയ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാത്തതിനാൽ മത്സ്യലഭ്യതയും വളരെ കുറവാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട്. ഉൾനാടൻ മത്സ്യബന്ധനത്തിന് കരുത്തു പകരാൻ സർക്കാരുകൾ തയ്യാറാകണമെന്നും നാട്ടുകാർ പറയുന്നു. അധികൃതരുടെ ഈ നിസ്സംഗത മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കുകയാണ്. അതായത് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുകയും നിർണായ ശല്യം കുറയ്ക്കാൻ വേണ്ട നടപടികൾ എടുക്കുകയും വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചാലിയാർ പുഴയുടെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തുന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ഇപ്പോൾ ഉള്ളത്, മത്സ്യത്തൊഴിലാളികളുള്ളത്.